ജോവാക്കർ, മലൈക്കോട്ടെ വാലിബൻ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അത് കണ്ടില്ല ഞാൻ ത്രില്ലില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 85, 90 ആ ടൈമിലൊക്കെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരുപാട് സിനിമകൾ, ആറാം തമ്പുരാൻ, കിങ്, സ്ഫടികം, വിഷ്ണുലോകം, അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ദേവാസുരം, ഈ വക സിനിമകളെല്ലാം നമ്മൾ തിയേറ്ററിൽ പോയി ഇടിയിട്ട് എൻ്റെ ചേട്ടന്മാരെല്ലാം ഇടിയിട്ട് ആ സിനിമ ടിക്കറ്റ് എടുക്കാനും അത് എൻജോയ് ചെയ്യും, തിയേറ്ററിൽ ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇനിയൊരു സിനിമകൾ ഇങ്ങനെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പുതിയ തലമുറ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആ ഒരു രീതി തന്നെ ഇല്ലാതായിരിക്കുന്ന സമയത്താണ് പുലിമുരുകൻ ഇറങ്ങുന്നത്. പുലിമുരുകൻ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ശരിക്കും തിയേറ്ററിൽ പോയ ആളുകൾ സിനിമ കാണുന്നതിന്റെ ഒരു ത്രില്ല് നമ്മൾ കണ്ടത്. എല്ലാവരും ഇത് നിസ്സംശയം അതുപോലെ തന്നെ നിരാകരിക്കാത്തൊരു കാര്യമാണ്. വെളുപ്പിനെ 7:30 തുടങ്ങി കാണാൻ, വെളുപ്പിനെ 7:30 സിനിമ തിയേറ്ററിൽ എത്തുകയും വൈകുന്നേരം 10 മണിക്ക് ഷോ കണ്ട് പോകാൻ പറ്റുകയും ചെയ്യുന്ന അത്രയ്ക്ക് തിരക്കായിരുന്നു പുലിമുരുകൻ ഇറങ്ങിയപ്പോൾ. അത് ചരിത്രം നിമിഷം തന്നെയായിരുന്നു. എല്ലാ ആളുകളും തിയേറ്ററിലേക്ക് പോകുന്ന സമയം തന്നെയായിരുന്നു. അതായത് വയസ്സായ ആളുകൾ മുതൽ ചെറിയ പിള്ളേർ വരെ എല്ലാവരും ഈ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയായിരുന്നു പുലിമുരുകൻ. അത്രയ്ക്ക് ഹൈപ്പായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഹൈപ്പിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാൽ നമ്മൾ കോംബോ. അതിൽ മോഹൻലാലിന്റെ മാസ് പടം ഇറക്കാനായിട്ട് ഒറ്റയ്ക്ക് എന്താ പറയുക സംവിധായകർ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ ലിജോ ജോസ് പല്ലിശ്ശേരിയും അദ്ദേഹത്തിന്റെ മേക്കിങ്ങിലൂടെ, അദ്ദേഹം കഥ പറയുന്ന രീതി, അദ്ദേഹത്തിന്റെ ആക്ടേഴ്സിനെ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന രീതി, അദ്ദേഹത്തിന്റെ ഫൈറ്റ് സീനുകൾ, അദ്ദേഹത്തിന്റെ എന്താ പറയുക വിഷ്വൽസ്, ഇതെല്ലാം അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളും അദ്ദേഹത്തിന്റെ മേക്കിങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ആ ഒരു കോംബോന്റെ ഒരു ത്രില്ല് മാരക പടമായിരിക്കും. എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്, മോഹൻലാൽ പറയുന്നുണ്ട്, ഷോലെ പോലെ. കോട്ടയം വാലിബന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത് ബോൾഗാട്ടിയിലാണ്. ആളുടെ ഫസ്റ്റ് അതിന്റെ ട്രെയിലർ ലോഞ്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിനിമ എന്തായാലും കാണാൻ തോന്നും. അത്രയ്ക്ക് ഫീലാണ് സിനിമ. കാരണം അത്രയ്ക്ക് ഫീലാണ് സിനിമ. കാരണം അത്രയ്ക്ക് എന്താ പറയാ ഗുസ്ബംസ് ആണ്. അതായത് രോമാഞ്ചം വരുന്നില്ല. മോഹൻലാൽ എന്തായാലും ഈ സിനിമ പൊളിച്ചുണ്ടാവും. ഇതില് അഭിനയിക്കുന്ന ഇതിലെ കാസ്റ്റിംഗ് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിഫറെന്റ് പാട്ടുകളാണ്. ഇതിലൊരു റക്ക എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുക. പിന്നെ BGM, ഫൈറ്റ് സീൻ, പിന്നെ ഇതിന് ഇമോഷൻസ് പ്രാധാന്യം കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇമോഷൻസ് ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു പുലിമുരുകൻ നമുക്ക് ആവശ്യമില്ല. പക്ഷെ എന്തായാലും ഒരുപാട് ഹൈപ്പൊന്നും ഇല്ലാതെ സിനിമ പോയി കാണുക, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതായിരിക്കും ഇതിലെ ഏറ്റവും എനിക്ക് ഹൈപ്പായിട്ട് തോന്നുന്ന കാര്യം. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ആവുള്ളൂ. പലർക്കും പല ഇതായിരിക്കും തോന്നിയാണ്. പക്ഷെ എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പടം എന്തായാലും വേറൊരു റെക്കോർഡ് ഭേദിച്ച് ഹിറ്റിലേക്ക് കടക്കും. 100% ഉറപ്പാണ്. പടം വേറെ ലെവലാണ്.